എല്ലാ രാജ്യങ്ങളിലും ഇല്ല എന്ന് നിങ്ങൾ പറയുന്നില്ല. അപ്പോൾ മക്കയിൽ തന്നെ ചില അനാചാരങ്ങൾ നടക്കലുണ്ടല്ലോ, അവിടെ 2 ബാങ്ക് കൊടുക്കലുണ്ട്, അതുപോലെ ചില അനാചാരങ്ങൾ മക്കയിൽ തന്നെ നടക്കലുണ്ട്. എന്തുകൊണ്ട് ഇതിപ്പോ ഒരു തെളിവായി കൂടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഏതായാലും നിങ്ങളുടെ തന്നെ തഴവ മൗലവി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മൗലിദ് കഴിക്കൽ പണ്ട് പതിവില്ലാത്തതാ, അത് ഹിജറ 300-ന് ശേഷം വന്നതാ. അപ്പോ ഹിജറ 300-ന് ശേഷം മൗലിദ് കഴിക്കൽ തന്നെ വന്നത് എന്ന് തഴവ കുഞ്ഞ് മൗലവി എന്ന് പറയുന്നുണ്ട്. അത് വിദഗ്ധാണെന്ന്. അപ്പോ പിന്നെ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതിൽ അർത്ഥമല്ല. പിന്നെ ആ കാലത്ത് 300-ന് ശേഷം വന്ന് ഈ കാലത്ത് ഇപ്പൊ എന്താ അവസ്ഥ എന്ന് പറയേണ്ടതില്ലല്ലോ. എല്ലാ സ്ഥലത്തും കുറെ മൗലിദ് കാണിച്ചുകൊണ്ടൊന്നൊരു തെളിവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ തഴവ മൗലവി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. തഴവ മൗലവി പറഞ്ഞിട്ട് പോലും അത് സുന്നിയായ തഴവ മൗലവി, സുന്നികളെന്ന് നിങ്ങൾ എല്ലാവരും പറയും തഴവ മൗലവി, അദ്ദേഹം പറഞ്ഞിട്ട് പോലും ഇവിടെ ജനങ്ങൾ മൗലിദ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വിരോധാഭാസം. നിങ്ങൾ ദയവേദന്റെ വാസ്തവങ്ങൾക്ക് ജനങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഓരോന്നോരോന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതുവരെ പഠിപ്പിച്ചു കൊടുത്തത് ഇപ്പൊ ക്ലിയർ ആയി. ജനങ്ങൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ മൗലിദ് ആഘോഷന്റെ കേരളത്തിൽ മാത്രമല്ല എല്ലാ ഭാഗത്തും നടക്കുന്നുണ്ട് എന്ന് ഇപ്പൊ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നതാണ്. ഇത് ഖുർആൻ പോലത്തെ ഒരു തെളിവാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. തെളിവല്ലാന്നുമല്ല, മുസ്ലിം ലോകത്ത് നടക്കുന്ന ഒരു ആചാരമാണ്. ഈ ലോകത്തുള്ള എല്ലാ ആളുകളും അനാചാരം ചെയ്തു, ബിദ്അത്ത് ചെയ്തു എന്ന് പറഞ്ഞാല് അത് കുറച്ച് സഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മക്കത്തുള്ളവരും മദീനത്തുള്ളവരും ഒക്കെ ചെയ്യുന്നത് മുഴുവൻ ബിദ്അത്താണെന്നും അവിടെ ഇന്നുള്ള മുജാഹിദിന്റെ ആളുകൾ മാത്രമല്ല പൂർവകാലത്തുള്ള ആളുകൾ ചെയ്യുന്നതും ബിദ്അത്താണ് എന്ന രൂപത്തിലേക്കാണ് മുജാഹിദുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ശരിയല്ല. പൂർവീകരായ മുസ്ലിങ്ങൾ നടപ്പിലാക്കിയ നിയമമാണിത്. മക്കി മദീനക്ക് ഒഴിവാക്കുക. മുജാഹിദിന്റെ KM മൗലവി EK മൗലവിയല്ലേ ഇപ്പൊ നടത്തിയത്, നേരത്തെ ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ചൊന്നും പറയാനില്ലല്ലോ. അപ്പൊ അതൊക്കെ ജനങ്ങൾക്ക് കുറേശ്ശെ ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പരിപാടി കഴിയുമ്പോൾ പൂർണ്ണമായും മനസ്സിലാകും. ഇനിയിപ്പോ ചോദിച്ചത് എന്താണെന്ന് വെച്ചാല് തഴവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അൽ മവാഹിബുൽ ജലിയ എന്ന വരിയിലുള്ള ഒരു സംശയം, ഗ്രന്ഥത്തിലുള്ള ഒരു സംശയം. അതിൽ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ മൗലിദ് കഴിക്കൽ പാടില്ലാത്തതാണ്, അത് അനാചാരമാണ് എന്ന് തഴവ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മൗലവിമാര് സാധാരണ പറയാറുള്ളത്. അതന്നെ ഇപ്പൊ ചോദ്യകർത്താവും ചോദിച്ചത്. അത് നുണയാണ്, ശുദ്ധ അസംബന്ധമാണ്. സത്യത്തിൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് തഴവ പറയുന്നത് ഇത് അനാചാരമാണ്, അതുകൊണ്ട് ഇത് ചെയ്യരുത്, പാടില്ലാത്തതാണ് എന്നല്ല. പിന്നെയോ ആ തഴവയുടെ തന്നെ വരിയെടുത്ത് പരിശോധിച്ചാൽ നമുക്കതിൽ കാണാൻ കഴിയും. തഴവ തന്നെ പറഞ്ഞിട്ടുണ്ട്, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് ഓതുന്നതിനെ കുറിച്ചാണ് മൂപ്പര് പറയുന്നത്. അത് ഓതണ്ട, ശിർക്കാണ്, കുഫറാണ്, ബിദ്അത്താണ് എന്നല്ല. പിന്നെയോ അത് സുന്നത്താണ് എന്നാ. തഴവ ഈ വരികളുടെ കുറച്ച് മേലെയായിട്ട് അത് പറഞ്ഞത് കാണാം. അതുപോലെ അമലുൽ മൗലിദും അതിനാളുകൾ കൂടുന്നതെല്ലാം തന്നെയും സുന്നത്തുകൾ, അതുകൊണ്ട് അക്കൊല്ലം മുസീബത്തൊക്കെയും നീങ്ങുന്നതെന്നാണെന്ന് ഇബ്നുൽ ജൗസിയും. റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതണം, അത് സുന്നത്താണ്, അതുകൊണ്ട് മുസീബത്തൊക്കെ നീങ്ങിപ്പോകും. തഴവ പറയുന്നതാ. തഴവ തന്നെ കുറച്ച് കഴിഞ്ഞ് പറയുന്നത് കാണാം. 2 വരി കഴിഞ്ഞ് അപ്പുറത്ത് ശേഷം പറയുന്നുണ്ട്, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബിയുടെ മൗലിദ് നമ്മുടെയൊക്കെ വീടുകളിൽ ഓതണം, അതുകൊണ്ട് മുസീബത്തുകൾ നീങ്ങും. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഹർക്കും വബായിവയൊക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസദും നീങ്ങുവാനുതകുന്നതാ. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള മൗലിദ് ഓതിയാല് കള്ളന്റെ ശല്യം ഇല്ലാതാകും. അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയും, വിപത്തുകൾ ഇല്ലാതെയാക്കാൻ കഴിയും, കണ്ണേറും അസൂയയും അതുപോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങാൻ അത് സഹായകമാണ്. നിങ്ങൾ ചിന്തിക്കണം. മാത്രമല്ല ഇതാരാ? ഇതുപോലെ തന്നെ സുയൂത്തി തന്റെ വസായിലിൽ പറയുന്നതാ, നീ നോക്ക് ശർഹു ശമായിലിൽ. ഇമാം ഹാഫിദ് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ തന്റെ അൽ വസായിൽ
ഫി ശർഹി ശമാഇൽ എന്ന ഗ്രന്ഥത്തിൽ ഈ കാര്യം രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോ വിപത്തുകൾ ഇല്ലാതെയാവാൻ, തടസ്സങ്ങൾ നീങ്ങാൻ, ഷെറുകൾ ഒഴിവാകാൻ അതിനുള്ള ആത്മീയമായ ഒരു പ്രതിരോധമാണ് മൗലിദ് എന്ന് പറയുന്നത്. ഒരു കവി പറഞ്ഞ വരി കൂടി എനിക്ക് ഓർമ്മ വരികയാണ്. വഹാബി ശല്യം പാടെ മുരടിക്കുന്നതാ, മൗദൂദിയും ആ നാട് വിട്ടോടുന്നതാ. മൗലിദ് ഓതിയാനുള്ള ഗുണങ്ങളാണ് അതൊക്കെ. അപ്പൊ ഒരുപാട് ഗുണങ്ങൾ അതുകൊണ്ടുണ്ട്. അതാണ് തഴവ പറയുന്നത്. ഓതണ്ട, അത് ബിദ്അത്താണ്, അനാചാരമാണ്, നരകത്തിലേക്ക് പോകും എന്നല്ല. പിന്നെയോ അത് ഓതേണ്ടതാണ്, നല്ല കാര്യമാണ് എന്നാണ്, സുന്നത്താണ് എന്നാ താഴ്വ പറയുന്നത്. അപ്പൊ പിന്നെ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ. മൗലവിമാർ ഓതുന്ന 2 വരിയ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. 2 വരിയുണ്ട്, എല്ലായിടത്തും ഓതും. ഇനി റബീഉൽ മാസം വരാൻ പോകണല്ലോ, അപ്പോഴൊക്കെ അവരെടുത്ത് വരും. മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ. അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. ഈ 2 വരി പഠിക്കുന്നവർക്ക് മുജാഹിദിൽ മെമ്പർഷിപ്പ് തന്നെ കിട്ടുള്ളൂ. അത് നിങ്ങൾ ഓർത്തണം. അങ്ങനത്തെ 2 വരി. അപ്പൊ എന്താ, അത് റബീഉൽ അവ്വൽ ഇത് ഹിജ്റ 300 ശേഷം വന്നതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അത് മൗലിദ് അതിന്റെ മുമ്പൊന്നുമില്ല, പിന്നീടില്ല, ബിദ്അത്താണ് എന്നാണോ? അല്ല. എന്താണ് തഴവ പറയുന്നത്? അത് തഴവയിൽ തന്നെ തൊട്ടടുത്തുള്ള വരിയിൽ അത് പറഞ്ഞത് കാണാൻ കഴിയും. അത് ചരിത്ര പ്രസിദ്ധമായ ഒരു രാജാവുണ്ടായിരുന്നു. രാജകീയ പ്രൗഢിയോടെ മൗലിദാഘോഷം നടത്തിയിരുന്ന ഒരു രാജാവ്, മുളഫർ രാജാവ് എന്ന് പറയുന്ന മഹാനായ, കാന തഖിയൻ, കാന ആലിമൻ, സാഹിദൻ, തഖിയൻ, നഖിയൻ. കിതാബുകളിൽ കാണാം. വളരെ പ്രപഞ്ചത്യാഗിയായ, പണ്ഡിതനായ, മുത്തഖിയായ, ശുദ്ധഗതിക്കാരനായ, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചിട്ടുള്ള വലിയൊരു നല്ല രാജാവ്. ആ രാജാവിന്റെ മൗലിദാഘോഷത്തെക്കുറിച്ച് അത് ബഹുമാനപ്പെട്ട തഴവ തന്നെ പറഞ്ഞിട്ടുണ്ട് തന്റെ ഗ്രന്ഥത്തില്. അതിൽ പറയുന്നത് കാണാം. ആ രാജാവിന്റെ കഥ പറയാണ്. എന്താ? മുളഫർ രാജാവിനെ കുറിച്ച് പറയുന്നു. മലിക്കുൽ മുളഫർ, ധീരനായൊരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വന്ദർമിഷ്ടന, മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വലെന്താഘോഷമാ. മുളഫർ രാജാവിന്റെ ഒരു മൗലിദാഘോഷം. മൂപ്പർക്ക് റബീഉൽ അവ്വൽ മാസം വരിക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. അരാജകീയ പ്രൗഢിയോടെ മൗലിദാഘോഷം നടത്തും. മൗലിദ് അദ്ദേഹം നടത്തുന്ന മൗലിദാഘോഷ പരിപാടിയിൽ മൗലിദ് ഓതാൻ വേണ്ടി രചിച്ചിട്ടുള്ള ഗ്രന്ഥം ഹാഫിള്